ഇന്നത്തെ തലമുറയിൽ നമ്മുടെ പെൺകുട്ടികളോട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് ബ്രേവായിട്ട് നമ്മുടെ പെൺകുട്ടികളെ വളർത്തുന്നതിന് പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തത്, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പെൺമക്കളെ മാറ്റി നിർത്താതെ വളരെ ബോൾഡായിട്ട് വളരെ ബ്രേവായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഫേസ് ചെയ്യാൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വളരാൻ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഫീലിംഗ് അവർക്ക് തോന്നാൻ ഒരിക്കലും ഇടയുണ്ടാക്കാതിരിക്കുക. ഒരു മകൾ എന്ന് പറയുന്നത് 10 ആൺമക്കളേക്കാൾ എപ്പോഴും പ്രഷ്യസ് ആണ് എന്നുള്ളത് അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇനി അവരോട് പറയുക, നിങ്ങളുടെ സുരക്ഷയെ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്, വളരെയധികം അലേർട്ടായിരിക്കുക. നിങ്ങൾ എവിടെ പോയാലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ചുറ്റുപാട് വന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ബേസിക് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിർബന്ധമായും നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ബോധം വരുന്നതിന് ഡെയിലി ഒന്നുമില്ലെങ്കിൽ ന്യൂസ് പേപ്പർ എങ്കിലും വായിക്കാൻ അവരെ ശീലിപ്പിക്കുക. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എപ്പോഴും അവരോട് പറയുക, സെൽഫ് റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരെയും ബിഹേവ് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് അവരെ പറഞ്ഞു തന്നെ പഠിപ്പിക്കുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതിനുള്ളിലേക്ക് ആര് വന്നാലും അവരോട് വളരെ ബോൾഡായിട്ട് മുഖത്ത് നോക്കി തന്നെ കോൺഫിഡൻ്റ് ആയി നോ പറയാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആവശ്യമില്ലാതെ നോ പറയാൻ മടിച്ചിട്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു തന്നെ പഠിപ്പിക്കുക. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് നമ്മുടെ പെൺമക്കളെ പഠിപ്പിച്ചിരിക്കുക. ഇപ്പോൾ കരാട്ടെ, കുംഫു, കളരി, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസിന് പോകാനും സമ്മാനം വാങ്ങാനോ ഒന്നുമല്ല, അത്യാവശ്യം അവരുടെ ഒരു ഓൺ സേഫ്റ്റിക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത്. ചെറിയൊരു ജോലിയെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഏണിങ്സ് എങ്കിലും നിർബന്ധമായും വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിന്നിട്ടേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാവൂ എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. കാരണം അപ്പോഴാണ് അവർക്കൊരു വാല്യൂ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പ് എല്ലാ കാര്യങ്ങൾക്കും കൈനീട്ടുമ്പോൾ അവരുടെ ആ ഒരു കുട്ടിയുടെ വിലയാണ് അവിടെ കുറയുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഈ ഒരു കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.